ഇപ്പോൾ സൗജന്യ വെള്ളമുണ്ട്, വൈദ്യുതിയുണ്ട്, സ്ത്രീകൾക്ക് ബസ്സിൽ സൗജന്യ യാത്രയുണ്ട്. പക്ഷേ ഇതൊക്കെ BJP വരികയാണെങ്കിൽ ഒഴിവാകും. അതാണ് ആം ആദ്മി പാർട്ടിയുടെ ക്യാമ്പയിൻ ഉണ്ടായിരുന്നത്. മാത്രമല്ല അഴിമതി ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മുഖ്യ പ്രചാരണമായ ആദ്യഘട്ടങ്ങളിൽ BJP ഒക്കെ കൊണ്ടുവന്നിരുന്നു. പക്ഷേ പിന്നീട് കേജ്രിവാൾ ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ട് ഒരുവിധ എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു 15 ഗ്യാരണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം പിന്നീട് മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഇതേ പ്രഖ്യാപനങ്ങൾ നടത്തുന്നതാണ് കണ്ടത്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് 2100 രൂപ ആം ആദ്മി പാർട്ടി പ്രഖ്യാപിക്കുമ്പോൾ BJP അവിടെ 2500. കാരണം BJPയെ സംബന്ധിച്ച് അവർക്ക് മഹാരാഷ്ട്രയും മധ്യപ്രദേശിലും ഒക്കെ ഇത്തരം സ്ത്രീകൾക്കുള്ള പ്രതിമാസം അക്കൗണ്ടിൽ പൈസ ലഭിക്കുന്ന പ്രഖ്യാപനങ്ങൾ അവർക്ക് ഭരണ തുടർച്ച ഉണ്ടാക്കിയിട്ടുണ്ട്. മധ്യപ്രദേശൊക്കെ ഭരണം നഷ്ടപ്പെടുമെന്ന തലത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ സീറ്റുകൾ പോകുമെന്ന് ഉറപ്പിച്ചതാണ്. മഹാരാഷ്ട്രയിൽ വലിയ രീതിയിൽ BJP അല്ല വരാൻ പോകുന്നത്, അവിടെ മഹാസഖ്യം അധികാരത്തിലേക്ക് വരുന്നു എന്നൊക്കെയുള്ള വലിയ വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടെങ്കിൽ പോലും BJPക്ക് അധികാരം പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ കാര്യമാണ്. ആ പ്രതീക്ഷയാണ് ഡൽഹിയിൽ BJP വെച്ച് പുലർത്തുന്നത്. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് മാധ്യമപ്രവർത്തകനായ ശ്രീ സന്തോഷ് ജോയി ഉണ്ട്. ഒപ്പം ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായ നവീൻ ജി നാദമണിയുണ്ട്. BJP നേതാവായ P കൃഷ്ണദാസ് ചേരുന്നുണ്ട്. മാത്യു ആന്റണി കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുമുണ്ട്. സന്തോഷ്, എങ്ങനെയാണ് ഡൽഹിയിലെ ഇപ്പോഴത്തെ അവസ്ഥ? ആം ആദ്മി പാർട്ടിക്ക് ഭരണം നിലനിർത്താൻ കഴിയുമോ, അതോ അട്ടിമറി ഉണ്ടാകുമോ? BJPക്ക് ഭരണം പിടിക്കാൻ കഴിയുമോ? എങ്ങനെയാണ് ഈ അവസാന മണിക്കൂറിലെ വിലയിരുത്തൽ? അല്ല, ഞങ്ങളുടെ എല്ലാവരുടെയും പൊതുവെ ഉള്ള ഒരു വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ 35 സീറ്റാണ് ക്രോസ് ചെയ്യേണ്ടിയാണ് മെജോറിറ്റി എന്ന് പറഞ്ഞാൽ BJPക്ക് ഒരു 30 സീറ്റ് എങ്കിലും കിട്ടിയാൽ BJPക്ക് എങ്ങനെങ്കിലും സർക്കാർ ഉണ്ടാക്കാനുള്ള കഴിവും മുതലുമുള്ള പാർട്ടിയാണ് BJP. അതേസമയം ഓപ്പറേഷൻ താമരയാണ് പറയുന്നത്. ഓപ്പറേഷൻ താമര എന്നല്ല പറയുന്നത്, പക്ഷെ അങ്ങനെ BJPക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും. കാരണം LGയുടെ സപ്പോർട്ടുണ്ട്, പല കാര്യങ്ങളുണ്ട്. അതേസമയത്ത് ആം ആദ്മി പാർട്ടിക്ക് 40 സീറ്റ് എങ്കിലും കിട്ടാതെ അടുത്ത 5 വർഷം സർക്കാരിൽ നിലനിൽക്കാൻ പറ്റത്തില്ലെന്നുള്ള കാര്യം ആം ആദ്മി പാർട്ടിക്കും അറിയാം. അപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് 40 കൂടുതൽ സീറ്റും BJPക്ക് 30 കൂടുതൽ സീറ്റ് വരേണ്ടിയ ഒരു ടാർഗറ്റ് കൊണ്ടുകൂടാണ് മുമ്പോട്ട് പോകുന്നത്. അതേസമയത്ത് പല പോളിംഗ് ഡേയുടെ അന്ന് തന്നെ പല തീരുമാനങ്ങൾ ഡൽഹിയിൽ നടന്നു. ഒന്നാമത്തെ കാര്യം, ആം ആദ്മി പാർട്ടിയുടെ സപ്പോർട്ടേഴ്സ് പൊതുവെ സ്ത്രീജനമാണ് ആം ആദ്മി പാർട്ടിയുടെ സപ്പോർട്ട്. പക്ഷെ ഡൽഹിക്ക് ഉള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഒരു മൈഗ്രന്റ് പോപ്പുലേഷൻ ആയതുകൊണ്ട് പല സ്ത്രീകളുടെ പോപ്പുലേഷൻ ഒരു 6-8% കുറവും, പുരുഷന്മാരുടെ പോപ്പുലേഷൻ ഒരു 54-55% വോട്ടേഴ്സ് ആണ് പുരുഷന്മാര്. സ്ത്രീകൾ അതേ സമയത്ത് ഒരു 46-45% സ്ത്രീകൾ വോട്ടേഴ്സ്. കാരണം പല മൈഗ്രന്റ് വോട്ടേഴ്സ് അവരുടെ സ്ത്രീകളെ അവരുടെ വില്ലേജുകളിലും അവർ ഡൽഹിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഡൽഹിയിലുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജ് അരവിന്ദ് കെജ്രിവാളിന് പൊതുവെ ഉണ്ട്. പക്ഷേ വോട്ടിംഗ് ചെയ്തപ്പോൾ സ്ത്രീകളാണ് കൂടുതൽ വോട്ട് പെർസെന്റേജ് ഈ പ്രാവശ്യം 5-ാം തീയതി വോട്ട് ചെയ്തപ്പോൾ സ്ത്രീകളാണ് കൂടുതൽ വോട്ട് ചെയ്തത്. മറ്റൊരു കാര്യം അരവിന്ദ് കെജ്രിവാളിന് ഡിസഡ്വാൻറ്റേജ് ഉള്ളതെന്ന് പറഞ്ഞാല് കഴിഞ്ഞ ഇലക്ഷനെ കാട്ടി ഒരു വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ 2010 കാട്ടിയുള്ള ഒരു വ്യത്യസ്തത 2015 ആയപ്പോഴത്തേക്ക് അരവിന്ദ് കെജ്രിവാൾ ഒരു ലോവർ ക്ലാസിന്റെ മാത്രം ലീഡറാണ്. അതേസമയത്ത് മിഡിൽ ക്ലാസിന്റെയും അപ്പർ മിഡിൽ ക്ലാസിന്റെയും ബിസിനസിന്റെയും ഒക്കെ അവരുടെ കാര്യങ്ങൾ മുമ്പോട്ട് വെക്കാനുള്ള ഒരു ഊർജതയും ഒരു ശേഷിപ്പും ഉള്ള ആളല്ലെന്നുള്ളൊരു പൊതുവേ ഉള്ളൊരു ഇംപ്രഷൻ ഉണ്ട്. അപ്പം അരവിന്ദ് കെജ്രിവാളിന്റെ മിഡിൽ ക്ലാസ് വോട്ട് നല്ലോണം മാറിപ്പോയിട്ടുണ്ട്. അത് പലരും ബജറ്റില് മിഡിൽ ക്ലാസിന്റെ ടാക്സിന്റെ ഇളവ് ഒക്കെ ആണെന്ന് പറഞ്ഞ് ഡീറ്റെയിൽസ് പറയുന്നത്. പക്ഷെ അതിനെക്കാട്ടി കൂടുതൽ കഴിഞ്ഞ 5 വർഷത്തിൽ പൊതുവെ അരവിന്ദ് കെജ്രിവാളിനെ പറ്റിയുള്ള ഒരു പക്ഷേ അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടി പോലും അവര് പറയുന്നത് ഞങ്ങളുടെ കോർ വോട്ടറിനെ പറ്റി ഞങ്ങൾ സംസാരിക്കത്തുള്ളൂ, ഞങ്ങളുടെ കോർ വോട്ടർ അല്ലാത്തവര് ഞങ്ങൾക്ക് വോട്ട് തരണം. താങ്കൾ ഒരു പ്രഡിക്ഷൻ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ? എങ്ങനെയായിരിക്കും ആം ആദ്മി പാർട്ടിക്ക് അധികാരത്തിൽ തുടരാൻ കഴിയുമോ, അതോ BJP 36-ലേക്കൊക്കെ എത്തുമോ? എങ്ങനെയാണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? താങ്കളുടെ കഴിഞ്ഞ 2010 ഇലക്ഷനിൽ 38-39% വോട്ട് BJP കിട്ടിയിട്ട് പോലും 8 സീറ്റ്സ് ആണ് BJPക്ക് ജയിക്കാൻ പറ്റുന്നത്. അതിന്റെ കാരണം അരവിന്ദ് കെജ്രിവാളിന്റെ സീറ്റ് വൈസ് മൈക്രോ മാനേജ്മെന്റ് ആണ്. അരവിന്ദ് കെജ്രിവാളിന്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഡൽഹിയിലെ റൂറൽ പോക്കറ്റ്സ് ആണ്, വില്ലേജസ് ആണ്. അപ്പൊ അവിടെ നല്ലൊരു കാൽക്കുലേഷൻ അരവിന്ദ് കെജ്രിവാളിനുണ്ട്. ഞങ്ങൾക്കൊരു ഈ 2000 വോട്ടിന്റെ ഡിഫറൻസിൽ ഞങ്ങൾക്ക് സീറ്റുകൾ ജയിക്കാനുള്ള 2000-5000 വോട്ടിന്റെ സീറ്റ്. പക്ഷെ ഈ പ്രാവശ്യം BJP ആ ഒരു മൈക്രോ മാനേജ്മെന്റ് BJPക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളൊരു കാര്യം സംശയമില്ല. കാരണം BJPയുടെ കാഡർ അത്
പലരും ഇലക്ഷൻ മാൽ പ്രാക്ടീസ് എന്നൊക്കെ പറയും. പക്ഷെ അത് ഇലക്ഷൻ മാൽ പ്രാക്ടീസ് എന്ന് ഞാൻ പറയത്തില്ല, അത് ഇലക്ഷൻ മാനേജ്മെന്റ് ആണ്. ഓരോ സീറ്റുകളിലും 2000-3000 വോട്ടുകളെ കുറച്ചുകൊണ്ട് കട്ട് ചെയ്തു എന്ന് പറഞ്ഞാല് ആധാറിലും അഡ്രസ്സിലും ഒക്കെ ഡിസ്ക്രിപ്പൻസി ഉള്ളവരുടെ വോട്ടുകൾ കട്ട് ചെയ്യുകയും 10,000 വോട്ടുകൾ BJP സപ്പോർട്ടുള്ള വോട്ടുകളെ ആഡ് ചെയ്യാനുള്ള ആ ഒരു പ്രൊസീജിയർ കഴിഞ്ഞ 3-4 മാസം കൊണ്ട് BJPക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ വോട്ട് പെർസെന്റേജ് സീറ്റിൽ കൺവേർട്ട് ആവുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് BJPക്കുള്ളത്. ശരി, അതായത് ഇലക്ഷൻ എഞ്ചിനീയറിംഗ് അല്ലേ രാകേഷ്? ഇലക്ഷൻ എഞ്ചിനീയറിംഗ് നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഒരു കോൺഗ്രസ് എന്നുള്ളത് ഒരു ഫാക്ടറായി മാറുമോ? അതായത് ആം ആദ്മി പാർട്ടിയുടെ വോട്ട് വാങ്ങുന്ന, അതായത് ആം ആദ്മി പാർട്ടിക്ക് കിട്ടാൻ പോകുന്ന വോട്ടുകൾ കോൺഗ്രസിലേക്ക് കുറച്ചെങ്കിലും ഷിഫ്റ്റ് ചെയ്താൽ അത് BJPക്ക് ഗുണകരമാകും. അങ്ങനെ ഒരു അവസ്ഥയുണ്ടോ? നവീൻ എങ്ങനെയാണ് ഒരു വിലയിരുത്തൽ? നവീൻ ജി നാദമണി ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. എന്താണ് നവീന്റെ ഒരു വിലയിരുത്തൽ? ആം ആദ്മി പാർട്ടി കഴിഞ്ഞ തവണത്തെ പോലെയല്ല, ഇത്തവണ ക്ലിയർ എഡ്ജ് എന്ന് പറയുന്നില്ല ആരും. അല്ല, ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് പൂർണ്ണമായിട്ടും അധികാരത്തിലേക്ക് വരുവാൻ ആവശ്യമായ സീറ്റുകൾ ലഭിക്കുമെന്നും അത് 50-ന് മുകളിൽ സീറ്റുകൾ ഉറപ്പായിട്ടുണ്ടായിരിക്കുമെന്നുള്ള വിശ്വാസത്തിൽ യാതൊരു കുറവും ഇതേവരെ സംഭവിച്ചിട്ടില്ല. കൃത്യമായി ഗ്രൗണ്ട് ലെവലിൽ നിന്ന് കിട്ടുന്ന നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ആം ആദ്മി പാർട്ടി സ്വാഭാവികമായും മികച്ച വിജയം ഡൽഹിയിൽ നേടുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. എക്സിറ്റ് പോളിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചർച്ചകൾ പൂർണ്ണമായിട്ട് പോകുന്നതെങ്കിലും എക്സിറ്റ് പോളിന്റെ വിവരങ്ങൾ കഴിഞ്ഞ 2024 ലോക്സഭാ ഇലക്ഷൻ നമ്മൾ കണ്ടതാണ്. 400-നോട് അടുത്ത സീറ്റുകൾ BJP നേടും എന്ന് പറഞ്ഞുകൊണ്ടുള്ള എക്സിറ്റ് പോളുകളെ അടിസ്ഥാനമാക്കിയുള്ള ചർച്ചകൾ നടത്തുകയും അവസാനം BJP അധികാരത്തിൽ എത്തുവാനായിട്ട് നിതീഷ് കുമാറിന്റെയും അതേപോലെ ചന്ദ്രബാബു നായിഡുവിന്റെയും സഹായമുണ്ടെങ്കിൽ മാത്രമേ അധികാരത്തിലെത്താൻ സാധിക്കത്തുള്ളൂ എന്നുള്ള അവസ്ഥയിലോട്ട് മാറുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അപ്പൊ എക്സിറ്റ് പോൾ ആർക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ളതും എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ളതുമെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ബോധ്യമായ കാര്യങ്ങളാണ്. ആം ആദ്മി പാർട്ടി പരാജയപ്പെടാമെന്നുള്ള തോന്നൽ സൃഷ്ടിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ കാൻഡിഡേറ്റുകളെ മുഴുവൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അത് കൃത്യമായ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നതാണ്. ആരൊക്കെയാണ് ബന്ധപ്പെടുന്നത്, ഏതൊക്കെ MLA-മാരെയാണ് അങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നത്, എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് കൊടുത്തതെന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയാണ്. അങ്ങനെ എല്ലാ സംവിധാനങ്ങളെയും ദുരുപയോഗം ചെയ്തുകൊണ്ട് BJP അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം, ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്നൊക്കെ മനോഹരമായ ഭാഷയിൽ പറയുകയാണെങ്കിൽ ജനാധിപത്യത്തിന്റെ കശാപ്പ് എന്ന് മാത്രമേ നമുക്ക് അതിനെ പറയാൻ സാധിക്കത്തുള്ളൂ. ജനാധിപത്യ സംവിധാനത്തിന്റെ സുഗമമായ പ്രവർത്തനങ്ങളും ഇന്ത്യൻ ജനാധിപത്യം പ്രതീക്ഷിക്കുന്ന, ഇന്ത്യയിലെ ജനത പ്രതീക്ഷിക്കുന്ന ജനാധിപത്യ സംവിധാനത്തിന്റെ സുഗമമായ പ്രവർത്തനങ്ങളെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ BJP നടത്തുവാണെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് കഴിഞ്ഞ 2 ടേമുകളിൽ നടന്ന ഇലക്ഷനുകൾ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടി മുമ്പോട്ട് വരുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പം ആ ജനാധിപത്യത്തിന്റെ കശാപ്പ് ഒരു ഭാഗത്ത് നടത്തുമ്പോൾ, ആ കശാപ്പിന്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് നടത്തുമ്പോൾ, ആ കശാപ്പ് നടത്താനുള്ള ശ്രമങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് ഒരു ജനാധിപത്യ വസന്തം ഡൽഹിയിൽ വിരിഞ്ഞു വരുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. മാത്യു ആന്റണി കൂടി ചേരുകയാണ്. അദ്ദേഹം AICC ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം ഡൽഹിയിലാണ് അദ്ദേഹത്തിന്റെ ക്യാമ്പ്. ശ്രീ മാത്യു ആന്റണി, ഒരു സീറ്റെങ്കിലും കിട്ടുമോ കോൺഗ്രസിന്? ജനറൽ സെക്രട്ടറി അല്ല, ഞാൻ ജോയിന്റ് സെക്രട്ടറി. ഡൽഹിയുടെ സുവർണകാലം എന്ന് പറയുന്നത് 1998 തൊട്ട് 2013 വരെയുള്ള കാലഘട്ടമായിരുന്നു. ഇപ്പോഴത്തെ ഡൽഹി നോക്കിക്കഴിഞ്ഞാലും അപ്പോഴത്തെ ഡൽഹി നോക്കിക്കഴിഞ്ഞാലും അവിടെ ഉണ്ടായിരിക്കുന്ന എല്ലാ വികസനങ്ങളും കോൺഗ്രസിന്റെ കാലഘട്ടത്തിൽ, ഷീലാ ദീക്ഷിതിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഒബ്സർവറായിട്ട് വന്നേക്കുന്ന മാധ്യമപ്രവർത്തകൻ പറഞ്ഞു BJPക്ക് കഴിവും മുതലും ഉണ്ടെന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നവും. ജനാധിപത്യമല്ല, കഴിവും മുതലും, ഭീഷണി, സമ്പത്ത്, അളവില്ലാത്ത സമ്പത്ത്, അത് ക്രമക്കേടുകളിൽ കൂടി മാത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, അഴിമതിയിൽ കൂടി മാത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമ്പത്ത്.